കുത്തുബുലാല മുപ്പാപ്പയുടെ അരികിലേക്ക് ആരെങ്കിലും ചെന്നാല് എന്തിനാ വന്നെന്നൊന്നും പറയണ്ട, ഇങ്ങോട്ട് പറയും. ഇങ്ങോട്ട് അവസ്ഥ പറയും, നിങ്ങൾ എന്തിനാ വന്നെന്ന്. പാപ്പ ഞങ്ങൾ എന്ന വിഷയത്തിനാ വന്നതെന്നൊന്നും പറയണ്ട, അങ്ങോട്ട് എല്ലാ വിഷയങ്ങളും പറയുമായിരുന്നു. തങ്ങളാണ് വലിയ കറാമത്ത് കാണിച്ച മഹാൻ. ആ മഹാനിൽ ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊട്ടുമിക്ക കറാമത്തുകളും കാണിച്ച മഹാനല്ലേ സിഹിയം വലിയല്ല. കുപ്പിയ വസ്തുവി പോലെ കാൺമാൻ നിങ്ങളെ കൽബകം എന്നോ. മനസ്സറിഞ്ഞ് മദീനയിലേക്ക്, അല്ലാഹ് മനസ്സറിഞ്ഞ് മദീനയിലേക്ക് നമുക്ക് പോകണം. അടവൂരിലൂടെ നമുക്ക് മദീനയിലേക്ക് പോകണം. മദീനെ കാ സഫർ ഹേ और मैं नमकीदा नमकीदा जभी अफसुरदा अफसुरदा कदम लरज़ीदा लरज़ीदा. ഗൗസുൽ ആലം തങ്ങൾ ഔലിയാക്കന്മാരുടെ നേതാവാണല്ലോ, ചക്രവർത്തിയാണല്ലോ. ആ ഗൗസുൽ ആലം തങ്ങളെ മുഹിയുദ്ദീൻ മാലയിൽ എന്തൊക്കെ കറാമത്തുകളാ പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ആ കറാമത്തുകളൊക്കെയും ആ മാലയിൽ പറഞ്ഞ, അവിടുത്തെ കിതാബിൽ അവിടുത്തെ കറാമത്തുകൾ പറഞ്ഞ എല്ലാ കറാമത്തുകളും, ഒട്ടുമിക്ക കറാമത്തുകളും അതേ ആരിലുണ്ട്? മഹാനായ ഖുത്ബുൽ ആലം സിയം വലിയല്ലാഹ്. അല്ലാഹ് തങ്ങളാണ് വലിയ കറാമത്ത് കാണിച്ച മഹാൻ. ആ മഹാനിൽ ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊട്ടുമിക്ക കറാമത്തുകളും കാണിച്ച മഹാനല്ലേ സിഹിയം വലിയല്ലാഹ്. കുപ്പിയ വസ്തുവി പോലെ കാൺമാൻ നിങ്ങളെ കൽബകം എന്നോ. നിങ്ങളൊക്കെ അയിനൂറ് കാണുന്നവരല്ലേ, അപ്പൊ കേട്ടിട്ടുണ്ടാവും, വിശദീകരിക്കണ്ട. ഖുത്ബുലാല മുപ്പാപ്പയുടെ അരികിലേക്ക് ആരെങ്കിലും ചെന്നാല് എന്തിനാ വന്നെന്നൊന്നും പറയണ്ട, ഇങ്ങോട്ട് പറയും. ഇങ്ങോട്ട് അവസ്ഥ പറയും, നിങ്ങൾ എന്തിനാ വന്നെന്ന്. പാപ്പ ഞങ്ങൾ എന്ന വിഷയത്തിനാ വന്നതെന്നൊന്നും പറയണ്ട, അങ്ങോട്ട് എല്ലാ വിഷയങ്ങളും പറയുമായിരുന്നു. അല്ലേ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്റെ ഉസ്താദ് കൽത്തറ ഉസ്താദ്, അല്ലാ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഉസ്താദ് രാത്രിയിൽ പരിപാടിയൊക്കെ ഇല്ലാത്ത സമയത്ത്, എനിക്കും ചിലപ്പോൾ പരിപാടി ഉണ്ടാവില്ല, അപ്പൊ ഉസ്താദ് എന്നെ റൂമിലേക്ക് വിളിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ എത്ര നേരം പാടും നിൽക്കും. ഞാൻ പറയും, ഞാൻ സുബൈ വരെ പാടുന്നു. ഇന്ന് ഞാൻ സുബൈ വരെ പറയും, അത്ര പറയാണ്ട്. ഉസ്താദ് പറയുന്ന കറാമത്തുകളൊക്കെ രോഗം മാറ്റി അല്ലെങ്കിൽ സംസാരിക്കാത്തവനെ സംസാരിപ്പിച്ച് ഇതൊന്നുമല്ല, വലിയ കറാമത്താ. അതൊന്നും ഇവിടെ പറയാൻ പറ്റൂല. കാരണം ഇന്നിപ്പോ ആളുകൾ അത് കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്തിട്ട് ട്രോളുകൾ ഉണ്ടാക്കി എന്തിനാ അതിന് നിൽക്കുന്നത്. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. ഈ മജ്‌ലിസിനെ മുറുകെ പിടിച്ചോ. ഉപ്പാപ്പ കിനാവിലല്ല വരിക, നേരിൽ വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉപ്പാപ്പയെ നേരിൽ കണ്ട മഹാന്മാരല്ലേ. ഈ അഈനുന്നൂർ മജ്‌ലിസ് വെറുതെ പറയുകയല്ല, ആസ്വാദനത്തിന് വേണ്ടി പറയുകയല്ല. ഇത് നിയന്ത്രിക്കുന്നത്, ഈ മജ്‌ലിസ് ഇവിടെ നിലനിന്ന് പോകുന്നത് ഉപ്പാപ്പയുടെ നോട്ടത്തിലാണ്. അല്ലാഹ് അല്ലാഹ് അവിടുത്തെ കാവല് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? മരിച്ചു പോകണ്ടേ? എന്താ വേണ്ട? നമ്മളെ കയ്യിൽ ഒന്നുമില്ല, സ്വലാത്ത് മാത്രമാണ്. ആരെങ്കിലും നബി ഒരിക്കൽ ചോദിച്ചു, മനിൽ മുഫ്ലിസ്,
ആരാണ് പാപ്പരെന്നറിയൂ? ആരാണ് പാപ്പരെന്നറിയോ? അപ്പൊ സ്വഹാബാക്കൾ പറഞ്ഞു, നബിയെ, പാപ്പരെന്ന് പറഞ്ഞാൽ വീടുമില്ല, കുടിയുമില്ല, ഒന്നുമില്ല, വളരെ ദാരിദ്ര്യം പിടിച്ച ഒരാൾ, അതല്ലേ പാപ്പര്? നബി പറഞ്ഞു, അല്ല സ്വഹാബ, അവരല്ല. പിന്നെ ആരാ നബിയെ പാപ്പർ? പുന്നാര തങ്ങള് പറഞ്ഞു കൊടുക്കുകയാ. അവർ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോച്ചിട്ടുണ്ട്, അവരെല്ലാ സൽക്രമങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷേ അവരെ അക്കൗണ്ട് ഖാലിയാ. എങ്ങനെ? നിസ്കരിച്ചിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവരെ അക്കൗണ്ട് ഖാലിയാണ്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, ചുരുക്കി പറയുകയാണ്. ഒരാളെ നാം കുറ്റം പറഞ്ഞു, ഒരാളെ ഗീബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, നമ്മുടെ അക്കൗണ്ട് ഖാലിയാവുകയാണ്, നമ്മുടെ അക്കൗണ്ടിൽ ഒന്നുമില്ല. അവരതാ നാളെ മഹ്ശറിൽ വരുമ്പോ അവരെ അക്കൗണ്ട് ഖാലിയാണ്. അല്ലാ, ഞാൻ നിസ്കരിച്ചിട്ടില്ലേ അല്ലാ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് നോമ്പ് നോറ്റില്ലേ അല്ലാ, സക്കാത്ത് കൊടുത്തില്ല അല്ലാ, ഹജ്ജ് ചെയ്തല്ലോ അല്ലാ, പാവങ്ങളെ സഹായിച്ചല്ലോ അല്ലാ, എനിക്കുള്ള പ്രതിഫലം എവിടെ അല്ലാ? അല്ലാഹു പറയുന്നു, ഇല്ല, നിനക്കിവിടെ പ്രതിഫലമില്ല. എല്ലാ പ്രതിഫലങ്ങളും ദുനിയാവിൽ നിന്ന് തന്നെ നിനക്ക് കിട്ടിയല്ലോ, ആഖിറത്തിൽ നിനക്കൊന്നുമില്ല. എങ്ങനെയാ അതൊക്കെ നഷ്ടപ്പെട്ടത്? മറ്റുള്ളവനെ കുറ്റം പറഞ്ഞു, മറ്റുള്ളവനെ കളിയാക്കി പരിഹസിച്ചപ്പോ അവന്റെ അക്കൗണ്ട് ഖാലിയായി. അങ്ങനെ പാപ്പരായി വരുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ ചെയ്ത ഇബാദത്തൊക്കെ പോകും അല്ലേ? എന്നാ പോകാത്ത അമലേതാ? ഏതാ പോകാത്ത അമലേതാ? ഹുവൽ ഹബീബുല്ലാഹി തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി മൗലായ സ്വല്ലി വസല്ലിം ദായിമാൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അപ്പൊ പോകാത്ത അമലാണ് സ്വലാത്ത്. ഒരാൾ അഹങ്കരിച്ച് ചൊല്ലി സ്വലാത്ത്, കളിയാക്കി ചൊല്ലി പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ നല്ല ഇഖ്ലാസോടെ ചൊല്ലിയാലോ എന്തായിരിക്കും പ്രതിഫലം? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സറിഞ്ഞ് മദീനയിലേക്ക്, അല്ലാഹ് മനസ്സറിഞ്ഞ് മദീനയിലേക്ക് നമുക്ക് പോകണം. അടവൂരിലൂടെ നമുക്ക് മദീനയിലേക്ക് പോകണം. മദീനെ കാ സഫർ ഹേ और मैं नमकीदा नमकीदा जब भी अफसुरदा कदम लरज़ीदा लरज़ीदा